ശങ്കരനാണ് ഇപ്പൊ അതെടുക്കുന്നത്. ശങ്കരനെ ഇപ്പൊ റൂം യൂസ് ചെയ്യുന്നത്. അവൻ വന്നു കഴിഞ്ഞാലേ അവന്റെ വീട്ടിലോട്ട് പോകത്തില്ല, അവൻ ഇവിടെ ആയിരിക്കും. ഇതേ ഗൈസ് കണ്ടോ സംഭവം, ഒരു ചെറിയ സെറ്റപ്പാണ്. നമ്മളിനി ഇവിടെ ഫുൾ സെറ്റ് ആക്കി എടുക്കാനുണ്ട്, ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്യാനുണ്ട്. 8 വിലയൊക്കെ പിടിച്ചതാണ് ഇവിടെ ഫുള്ള് മാറ്റാനുണ്ട്. നമ്മുടെ ക്യാമറ ഇവിടെ ഇരിപ്പുണ്ട്. ഇതുണ്ടോ, നമ്മൾ ഈ ഒരു പോർഷനാണ് ഇങ്ങനെ സെറ്റപ്പ് ആക്കാനാണ് പരിപാടി. ഇവിടെ ഇതൊക്കെ ഉണ്ട്, അതെല്ലാം നമ്മൾ സെറ്റ് ആക്കും. ലൈറ്റ് ഒക്കെ വരാനുണ്ട്. ലൈറ്റ് വരില്ല, നമുക്ക് 3 ലൈറ്റ് കൂടി വെക്കാൻ പറ്റും, സൗകര്യം ഉണ്ടായിരുന്നു. അതെ, ലൈറ്റ് ഒക്കെ സെറ്റ് 3 ലൈറ്റ് ഉണ്ട്. നമുക്ക് ഒരു 5 ഇതുണ്ട്, പ്ലഗ് പോയിന്റ് ഉണ്ട്. അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, അവിടെ ഉണ്ട്, ഒക്കെ ഉണ്ട്. നമ്മൾ ഇങ്ങനെ ഒരു സെറ്റപ്പിലാണ് ചെയ്യാൻ. ഇത് ഒന്ന് പിടിച്ചാൽ ഞാൻ ഗൈസ് ഇങ്ങനെ ഇവിടെ ഒരു ചെയറും ഇവിടെ ഒരു ചെയറും ഇടാനാണ് പരിപാടി. എന്നിട്ട് ഈ അവിടെ ക്യാമറ വെക്കും, 2 ക്യാമറ അവിടെ ഇവിടെ, അതായത് 2 മൂലയിലും ക്യാമറ വെക്കും, ഫ്രണ്ടിലും ക്യാമറ വെക്കും. അങ്ങനെ 3 ക്യാമറ വെക്കാനാണ് ഞങ്ങളുടെ പരിപാടി. എങ്ങനെയാവും എന്നറിയത്തില്ല ഗൈസ്, എല്ലാം തുടങ്ങുവാണ്. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. തെറ്റുകുറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം. എന്നാലും ഞങ്ങൾക്ക് ചെറിയ എക്കോ ഫീൽ ചെയ്യുന്നുണ്ട്. എക്കോ എല്ലാം ഒന്ന് മാറ്റിയെടുക്കണം. ഇതിപ്പോ ഞങ്ങൾ ഇവിടെ ഒരു സ്പോഞ്ചൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ കുറവുണ്ട്, പക്ഷെ ഈ സൈഡൊക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യണം. അത് ഒരു സജഷൻസ് പറയാം ഗൈസ്, നിങ്ങൾ എങ്ങനെ ഈ എക്കോ മാറ്റാൻ ഒരു സജഷൻസ് ഒക്കെ പറയാം. അല്ല, ചെയ്യാൻ പറ്റിയ സാധനമൊക്കെ ഉണ്ടോ, പക്ഷെ നല്ല റേറ്റ് ആവും. നമുക്ക് അത്ര ഇപ്പഴും റേറ്റ് ഒന്നും. അതെ, നമുക്കിപ്പം ചുരുങ്ങിയ ചെലവിൽ നമുക്ക് എങ്ങനെ എക്കോ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് കമന്റ് പറയണം ഗൈസ്. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ എങ്ങനെയൊക്കെയാണ് ഇത് സെറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ പിന്നെ ഇതിന്റെ എല്ലാ അപ്ഡേറ്റുകളെല്ലാം ഞാൻ വീഡിയോക്ക് ഇടുന്നുണ്ടാവും. ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ ചുമ്മാ ഒരു വീഡിയോ എടുത്തേ ഉള്ളൂ. കുറച്ചുകൂടി ഇങ്ങോട്ട് വന്ന് ഈ സൈഡ് വന്ന് റൈറ്റ് സൈഡ് വലിയ വിഷയമില്ല. ലൈറ്റ് ഒക്കെ ഉണ്ട്, നമ്മുടെ ബാക്കി 2 ലൈറ്റ് കൂടി കയറുമ്പോൾ സെറ്റ് ആവും. രണ്ട് സൈഡിലും ലൈറ്റ് വെക്കണം അല്ലേ? അവിടെ നിന്ന് ലൈറ്റ് വെക്കണം, ഇവിടെ ലൈറ്റ് വെക്കണം. ഇവിടെ വേണ്ടല്ലോ, അവിടെ വേണ്ട. എന്തായാലും ഫേസിൽ കിട്ടത്തില്ല. അങ്ങനെ അതായത് അങ്ങോട്ട് ബാക്കിലേക്ക് ഏരിയ ഉണ്ടെങ്കിൽ ലൈറ്റ് വെച്ചിട്ട് അടുത്ത് വരുമ്പോൾ ലൈറ്റ് വെച്ചിട്ട് ഇവിടെ ഒരു ലൈറ്റ് വെക്കണം. അവിടെ ഒരു പോയിന്റ് ഉണ്ട്, അവിടെ ഒരു ലൈറ്റ് വെക്കണം. ഇവിടെ ഒരു ട്യൂബ് ഉണ്ട്, ട്യൂബ് വെച്ച് പണ്ട് ട്യൂബ് ഉണ്ടായിരുന്നു. 3 ലൈറ്റ് ഉണ്ടായിരുന്നു. അതെ, ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നമ്മള് പണ്ടൊരു തിരുപ്പതി ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ എന്താണ് എക്സ്പെൻസ് പറയാൻ വേണ്ടിട്ട് ഞാൻ ഒരു വീഡിയോ ഇവിടെ നിന്നാണ് ചെയ്തത്. അതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഇട്ടേക്കാം. പിന്നെ അതെ, ഇവിടെ ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതൊക്കെ പണ്ട് ഇയാള് ചെയ്തു വെച്ചിട്ട് സംഭവം ഇതൊക്കെ. അതായത് ഇതൊക്കെ കണ്ടാ അതൊക്കെ പൈസ കൊടുത്ത് മേടിച്ച സാധനം. അതല്ലടാ ഈ ആ സാധനം ഗ്ലോബിന്റെ കാര്യമല്ല ഞാൻ ആ സമയത്തേക്ക് ചെയ്ത് വെച്ചിരുന്ന ഗൈസ്. ഇപ്പൊ ക്രാഫ്റ്റ് വർക്കും ഇല്ല. അവന് എന്ത് പറയാനാ, അവൻ വീഡിയോ ഇട്ടിട്ട് അല്ല, അവൻ വീഡിയോ പോലും ഇടാറില്ല. വല്ലപ്പോഴും കയറി വീഡിയോ ഇട്ടെന്നായി. ഞാനും തന്നെയാണ് ഗൈസ്. ഇടുമ്പോ നമ്മള് നൈസ് തന്നെ ഇടുള്ളൂ. ഞാൻ ജസ്റ്റ് പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കല്ലേ. അതെ, അപ്പൊ ഇങ്ങനെ ചുമ്മാ ഒരു വീഡിയോ എടുത്തേ ഉള്ളൂ. അവന്റെ കൈ മേലെ ഞാൻ എടുക്കാൻ കഴിച്ചു. നീ വർത്ത മണമല്ലോ. അപ്പൊ ഗൈസ് ചുമ്മാ ഒരു വീഡിയോ ഇന്ന് ഇടുന്നതാണ്. അത്രേ ഉള്ളൂ. അത്രോ അല്ല, ചുമ്മാ ഒരു വീഡിയോ അല്ല. നമ്മൾ കുറച്ച് സീരിയസ് ആയിട്ട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഇന്ന് ഇത്തിരി തമാശയായിട്ട് സംസാരിച്ചെന്നേ ഉള്ളൂ. അതെ, സത്യം. അപ്പം അത് ഈ പോഡ്കാസ്റ്റ് നന്നായിട്ട് വരുവാണെങ്കിൽ ഗൈസ് നമ്മൾ ഇതെല്ലാം സെറ്റ് ആക്കും. അതായത് AC റൂം ആക്കും. എന്റെ വീട്ടിൽ ഇവൻ പൈസ മുടക്കി AC അല്ല ഗൈസ്, നമ്മൾ വളരുവാണെങ്കിൽ അതേപോലെ നമ്മള് സെറ്റ് ആക്കുമല്ലോ. അതേപോലെ ഇതേപോലെ നമ്മൾ ഈ ബാക്കിയുള്ളവരെ പോഡ്കാസ്റ്റ് കണ്ടിട്ടല്ല സത്യം പറഞ്ഞാൽ ഇത് ഇതാക്കിയത്. പക്ഷെ പണ്ട് തൊട്ടൊരു ആഗ്രഹം, ഞാൻ എന്നോട് പറയാറുണ്ട് കേട്ടോ, നമുക്ക് തന്നെ ഇരുന്ന് സംസാരിക്കാം, വീഡിയോ സെറ്റ് ആക്കാം എന്നൊക്കെ പറഞ്ഞു. ഇവനും ടൈം കിട്ടാറില്ല, എനിക്കും ടൈം കിട്ടാറില്ലായിരുന്നു. ഇപ്രാവശ്യം എങ്ങനെയെങ്കിലും നമ്മൾ ചെയ്തേ പറ്റൂ എന്നുള്ള ഇതിലാണ് ഞാനും അവനും കൂടെ സെറ്റായത്. ഇവനിപ്പം 2 മാസത്തേക്ക് ജോലിക്കും വർക്കിനൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് ഇവനെ കിട്ടി. ഞാൻ കോൺട്രാക്ടറാണ് ഗൈസ്, അതുകൊണ്ട് ഞാൻ വർക്ക് ചെയ്യണമെന്നില്ല, എനിക്ക് സ്റ്റാഫുണ്ട്. അപ്പൊ എന്നാലും യാത്ര ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് കുറച്ചാൾ വീട്ടിൽ തന്നെ ഉണ്ടാവും. അതിന്റെ ഇടയ്ക്ക് നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ ഈ കൂട്ടത്തിൽ എന്റെ കാര്യം കൂടി പറയാം. നമ്മള് ലീഫ് ഗാർഡൻ ക്രാഫ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ലാൻഡ്സ്കേപ്പിംഗ് പ്രൊമോഷൻ, നോട്ട് എ പെയ്ഡ് പ്രൊമോഷൻ. അങ്ങനെ നല്ല ഫ്രെയിം വരാം. എന്തായാലും മുണ്ട് കാണിക്കണ്ട. അപ്പൊ നമ്മുടെ ലീഫ് ഗാർഡൻ ക്രാഫ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു കമ്പനിയാണ്, ചെറിയൊരു കമ്പനി. ഞാനും എന്റെ കസിൻസും ആണ് ഇതിനകത്ത് മെയിൻ ആൾക്കാർ.
അതിൽ മെയിൻ ആയിട്ടും അപ്പു, നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞില്ല, അപ്പു ഇപ്പൊ കുറെ പ്രാവശ്യം നിങ്ങൾ ആ പേര് കേട്ടാണ്. പുള്ളിയാണ് എന്റെ മാനേജർ, പുള്ളിയാണ് എല്ലാം മാനേജ് ചെയ്യുന്നത്. എന്നെ വരെ അവരാണ് മാനേജ് ചെയ്യുന്നത്. അവനിപ്പോ വരുമായിരിക്കും അല്ലേ? വരും. അവനൊന്ന് ജസ്റ്റ് കാണിച്ചു. സ്റ്റേജ് വർക്കിന്റെ സാധനങ്ങൾ ഞങ്ങള് ചെറിയ രീതിയിൽ ഇവന്റ് പരിപാടിയൊക്കെ പിടിക്കും സമയമുള്ളപ്പോൾ. അപ്പൊ അങ്ങനെ പോയി വർക്ക് കഴിഞ്ഞിട്ട് അതിന്റെ സ്റ്റേജ് വർക്കിന്റെ സാധനമൊക്കെ തിരിച്ചു കൊടുക്കാൻ വേണ്ടി പോയേക്കാം. അതും ഒരു കാര്യമാണ്, ഞാൻ പിന്നെ പറയാം. അത് ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, ഞങ്ങളുടെ പുതിയൊരു ബിസിനസ് കുറെ വരും. അപ്പം ഈ ഒരു ലാൻഡ്സ്കേപ്പിംഗ് ആയതുകൊണ്ട് ഞാനാണ് ഇതിന്റെ സൈറ്റൊക്കെ പോയി നോക്കിയിട്ട് എല്ലാം ഡിസൈൻ ചെയ്ത് എത്ര ബഡ്ജറ്റ് വരും എങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മുടെ സൈറ്റിൽ പോയി സംസാരിച്ചെല്ലാം സെറ്റാക്കി കഴിഞ്ഞാൽ നമ്മുടെ വർക്കേഴ്സിനെ കൊണ്ട് സ്റ്റാഫിനെ കൊണ്ട് ചെയ്യും. അതാ പരിപാടി. അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് എനിക്കിപ്പോ വർക്ക് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ എന്നാലും ഇപ്പൊ ഈ സമയത്ത് യാത്ര വണ്ടി ഓടിക്കാനൊന്നും പാടില്ല, വണ്ടി ഓടിക്കാൻ പാടില്ല, ഓവറായിട്ട് കൈ അനങ്ങാൻ പാടില്ല, വെയിറ്റ് എടുക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം സൈറ്റിൽ ചെന്നിട്ട് വെറുതെ ഇരിക്കാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു കാലത്ത് പറഞ്ഞാലും കേൾക്കത്തില്ല. ഈ മസില് ഇത്രയും കീറി കിടക്കുന്നു പൊട്ടി കിടക്കുന്നു എന്നൊക്കെ പറയുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും അത് എന്തുമാത്രം ചെയ്തിട്ടായിരിക്കും എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു വിഷയമുണ്ട്. ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വെറുതെ ഇരിക്കാൻ തോന്നുന്നില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ശീലിച്ചു അതുകൊണ്ട് ബുദ്ധിമുട്ടാണ് ശരിക്കും. ഇപ്പം മാറത്തില്ലെന്നല്ല കേട്ടോ, മാറും കേട്ടോ. എന്നോട് ഡോക്ടർ പറഞ്ഞു ഒരു 2 മാസം റെസ്റ്റ് എടുത്താൽ സാധനം മാറും, റെഡിയാവും. ഇല്ലെന്നുണ്ടെങ്കിൽ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. ചെയ്ത് കഴിഞ്ഞാൽ 8 മാസം വീട്ടിരിക്കേണ്ടി വരും. ഇത് നീ വന്നില്ല, ബുദ്ധിമുട്ടാണ്. ധനസഹായം എന്തെങ്കിലും QR കോഡ് ഈ സൈഡിൽ വെച്ചേക്കാം. സഹായം വേണ്ട, ആരോഗ്യം ഉണ്ടെങ്കിൽ പണിയെടുത്ത് അത്രേ ഉള്ളു. അവൻ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞ അവന്റെ ശരീരം ബുദ്ധിമുട്ടാണ്. അല്ലാതെ അവന് വർക്ക് ഇഷ്ടംപോലെ വർക്കുകൾ വരുന്നുണ്ട്. നമ്മള് ആലപ്പുഴ മാത്രമല്ല ഓൾ കേരള വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ സ്റ്റോൺ വർക്ക് നമ്മള് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയും, ഗാർഡൻ വർക്ക് നമ്മള് തിരുവനന്തപുരം തൊട്ട് തൃശ്ശൂർ വരെയാണ് ചെയ്യുന്നത്. അപ്പൊ അതില് ഓട്ടം ഉണ്ട്. അപ്പൊ അറിയാലോ, ഒരു സൈറ്റ് വന്നു കഴിഞ്ഞാൽ സൈറ്റ് പോയി കാണാതെ നമുക്ക് സൈറ്റ് എടുക്കാൻ പറ്റത്തില്ല. പിന്നെ ഇപ്പം ചങ്ങനാശ്ശേരി, തൃശ്ശൂര്, കോട്ടയം, ഏറ്റുമാനൂര്, നാട്ടകം, അങ്ങനെ കുറെ സ്ഥലത്ത് നമുക്ക് സൈറ്റ് നോക്കാൻ കിടപ്പുണ്ട്. കളമശ്ശേരി കിടപ്പുണ്ട്, കാക്കനാട് കിടപ്പുണ്ട്. ഈ ഏരിയയിലൊക്കെ പോയിട്ട് യാത്ര ചെയ്ത് തിരിച്ചു വരുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടാവും. മാത്രമല്ല എല്ലാ ദിവസവും 4:30 കഴിയുമ്പോഴത്തേക്കും ഫിസിയോതെറാപ്പിക്ക് പോയേക്കാം. സമയം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ഇപ്പം ഇങ്ങനെ. ഓക്കെ, അപ്പൊ സെന്റിമെന്റ്സ് പോട്ടെ, ഇനി നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. അപ്പൊ നമുക്ക് ഇവിടെ ഇനി നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം, നിങ്ങൾ ഇവനെ ഹെൽപ്പ് ചെയ്യാം. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്തൊക്കെ ചെയ്യാം. ബഡ്ജറ്റ് കുറച്ച് ഏറ്റവും ബഡ്ജറ്റ് കുറഞ്ഞ് നല്ല പ്രോബ്ലം ഞാൻ പറയാം. ഇവിടുത്തെ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് ഒന്ന് എക്കോയാണ്, ഒന്ന് ലൈറ്റിന്റെ കുറവുണ്ട്, 2 ചൂടുണ്ട്. കാരണം ഇത് വി ബോർഡ് ഇട്ട് ചെയ്തേക്കുന്നതാണ്. ഫുള്ള് വി ബോർഡാണ് ഗൈസ്, അല്ലാതെ വാർക്കലോ പരിപാടിയോ ഒന്നും അല്ല. ഫുള്ള് വി ബോർഡിലെ പരിപാടിയാണ്. അതുപോലെ മേളിൽ ഷീറ്റാണ്. ഷീറ്റ് ചൂട് പകൽ സമയത്ത് നല്ല ചൂടുണ്ടാവും. അപ്പൊ എന്തൊക്കെ ചെയ്യാന്നുള്ളത് നിങ്ങൾ ഇവിടെ ഒന്ന് പറഞ്ഞു സജഷൻസ് എനിക്ക് കമന്റ് രൂപേണ എന്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിങ്ങൾ ഒന്ന് പറയണം. പറയാതിരിക്കരുത്, പറയണം എല്ലാരും ഒന്ന്. ഇവനെ സഹായിക്കുന്ന കൂട്ടത്തിൽ എന്റെ കന്നഡം വ്ലോഗ്സ് എന്ന് പറഞ്ഞ ചാനലും ലീഫ് ഗാർഡൻ ക്രാഫ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ചാനലും അല്ല യൂട്യൂബ് പോട്ടെ, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്താൽ യൂട്യൂബിൽ ഞാൻ ഭയങ്കര മടിയാണ്. ചുമ്മാ നല്ല ഗൈസ്, ഇൻസ്റ്റാഗ്രാമിൽ 10-25,000 ഫോളോവേഴ്സ് ഉള്ള ആളായി. എന്നിട്ടാണ് അവൻ ഇച്ചിരി കൂടി പോയില്ലേ. എന്താ കന്നഡ വ്ലോഗ്സ് 5000 ലീഫ് 60 സംതിങ് എങ്ങനെ ഇരിക്കണം. കന്നഡ വ്ലോഗ്സ് 5000 സംതിങ് ഉണ്ട്. പക്ഷെ ഈ ലീഫിനേക്കാളും എന്റെ ഫുൾ എഫേർട്ട് ഞാൻ കൊടുക്കുന്നത് ലീഫിലാണ്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം കന്നഡം വ്ലോഗ്സ്. അതിനകത്ത് അവൻ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോ ഒറ്റ ദിവസം കൊണ്ട് 10K കയറാം. നമ്മുടെ ജീപ്പിന്റെ വീഡിയോ ജീപ്പ് കണ്ടിട്ടുണ്ടോ? കണ്ടില്ലെങ്കിൽ കണ്ടു. വീഡിയോയുടെ ലിങ്ക് നമ്മുടെ ജീപ്പ് മാത്രമല്ല കേട്ടോ, വേറെ കുറെ ജീപ്പും വണ്ടിയൊക്കെ വന്ന് പോകുന്നുണ്ട് ചാനലിൽ. ഇനിയും കൂടുതൽ വരും. കാരണം നമ്മുടെ സർക്കിൾ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അതെ അതെ അതെ, നമ്മളുടെ കോണ്ടാക്ട്സ് ഇപ്പൊ വലുതായിക്കൊണ്ടിരിക്കുക ഗൈസ്. അതായത് ഗോമസ് ഇതാ പോന്ന് ഒന്നും പറയാനില്ല. ഒരു കരിമ്പുലി വന്ന് രക്ഷയില്ല. ഞാനേ ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ റീലില് നിങ്ങൾക്ക് ആ ജീപ്പ് കാണാൻ പറ്റും. അതും വേണമെങ്കിൽ ഞാൻ ലിങ്ക്. നമ്മുടെ വണ്ടി പോണത് ഗോമസ്. അതെ, അല്ലടാ മറ്റേ നമ്മളന്ന് മീറ്റപ്പിന് പോയില്ലേ, ജീപ്പ് മീറ്റപ്പിന്, അന്ന് ഗോമസിന്റെ വണ്ടി. ഗോമസ് പോണത് അതിനകത്ത് അച്ഛന്റെ വണ്ടി വിറ്റോട്ടോ, 4.5 ലക്ഷം രൂപ. അയ്യോ വിറ്റോ? എന്ത് പറ്റി? വേറെ വണ്ടി എടുക്കണം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇഷ്ടംപോലെ വീഡിയോസ് വരുന്നുണ്ട് ഗൈസ്. ഇനി മോട്ടോ വ്ളോഗ് ആണെങ്കിലും ഈ ഓഫ് റോഡ് ജീപ്പും അല്ലാതെ സാധാ ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള വണ്ടികളും എല്ലാം നമ്മൾ ഇനി വരുന്നുണ്ടാവും. ഇന്നൊരു സംഭവം ഇവൻ എന്നോട് സങ്കടം പറഞ്ഞിട്ടാ, കാരണം ആൾക്കാർ നെഗറ്റീവ് പറയുമ്പോ സത്യം പറഞ്ഞാൽ നമുക്ക് വണ്ടിനെ കുറിച്ച് ഏറ്റവും കാര്യങ്ങളൊന്നും അറിയത്തില്ല. പക്ഷേ ഞാൻ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. ഞങ്ങള് വണ്ടി കാണിക്കും, എല്ലാവർക്കും കാണാനുള്ളൊരു താല്പര്യം അങ്ങനെയുള്ളൊരു. അതല്ലാതെ എന്താ പറയാ, നെഗറ്റീവ് പറയുന്നവര് പറഞ്ഞോട്ടെ. പക്ഷെ എന്നാലും ഞാൻ ആദ്യമായിട്ടാണ് ഗൈസ് ഈ മോട്ടോ വ്ളോഗിലേക്ക് ഇറങ്ങുന്നതും
ഈ കാർ എന്താണ്, അത് വണ്ടികൾ എന്താണ് പഠിക്കുന്നതും ഒക്കെ. ഞാൻ സത്യം പറഞ്ഞാല് ഈ ലാസ്റ്റ് ഇട്ട വീഡിയോ XUV700ന്റെ വീഡിയോ ശരിക്കും ഞാൻ എഫേർട്ട് ഇട്ട്, അതായത് ഒരാഴ്ചയോളം ഞാൻ അതിലിരുന്ന് പഠിച്ച് അത്യാവശ്യം റീടേക്ക് പോവാത്ത വീഡിയോകളാണ്. ബാക്കിയുള്ള റെഡി ആവടോ, ഓരോ വീഡിയോ ചെയ്യുമ്പോഴും എന്തായാലും മോശമാവത്തില്ല, ഓരോ വീഡിയോ ബെറ്റർ ആവത്തില്ല. ഞാനും ഇതുപോലെ ഒരു ദിവസം പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണമെന്ന് നോക്കിട്ട് ഇതുപോലെ ഒരു ഫോണും പിടിച്ച്, ഒരു റെഡ്മിയുടെ ഒരു പഴയ ഫോണും പിടിച്ച് തുടങ്ങിയതാണ്. അന്നത്തെ എന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് മറ്റേ വെണ്ടക്ക എടുത്ത് കറിവെക്കുന്ന അങ്ങനെയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് ഒരു കണ്ടന്റ് കിട്ടാവുന്നപ്പോഴാണ് ഒരു ചെടി നടുന്ന ഒരു വീഡിയോ ഇട്ടത്. അതിന് കുറച്ച് വ്യൂ കിട്ടി. വീണ്ടും ഞാൻ മറ്റേ പിന്നെന്തോ ട്രാവലും ചൂണ്ടിടുന്നു അങ്ങനെ ചെയ്തൊന്നും വ്യൂ കിട്ടില്ല. വീണ്ടും ഗാർഡൻ വർക്ക് ചെയ്തു, അതിന് വ്യൂ കിട്ടി. അപ്പൊ ഞാൻ അടുപ്പിച്ച് 2-3 ഗാർഡൻ വീഡിയോ ചെയ്തു, അതിന് നല്ല വ്യൂ കിട്ടി. അപ്പൊ തന്നെ ചാനലിന്റെ പേര് മാറ്റി സംഭവം ഗാർഡനിങ് ആക്കി. അത്രേ ഉള്ളൂ. അതിൽ നിന്നാണ് ഞാൻ ഇപ്പൊ കാണുന്ന ഈ കമ്പനി വരെ തുടങ്ങിയത്. പ്രതീക്ഷിക്കാത്ത. ഇപ്പൊ എത്ര വർഷമായിട്ടോ തുടങ്ങിയിട്ട്? 5 വർഷമായി. വർക്കുകൾ ഇഷ്ടംപോലെ വർക്ക് നമ്മൾ ചെയ്തേക്കുന്നു. ഇൻസ്റ്റാഗ്രാമിൽ കൂടെ കുറെ കേരളത്തിലെ എല്ലാ ജില്ലയിലും വർക്ക് ചെയ്തു. നീ പണ്ട് എക്സ്പോർട്ടിംഗ് ഒക്കെ ചെയ്യുന്നില്ലായിരുന്നു? ഇപ്പോഴും ഉണ്ട്. മീൻസ് നമ്മള് ഇന്ത്യയിൽ ഓൾ ഇന്ത്യ ഡെലിവറി ഇപ്പൊ കുറച്ച് വെച്ചേക്കുവാണ്. രണ്ടാമത് തുടങ്ങാനുള്ള പരിപാടി സെറ്റപ്പ് എല്ലാം ചെയ്തു വന്നാ. ഇവനറിയാം നമ്മൾ ഇവിടെ ഒരു നഴ്സറി പോലെയൊക്കെ സ്റ്റാർട്ട് എല്ലാം ചെയ്തു വന്നാണ്. അപ്പോഴത്തേക്കും എനിക്ക് കൈക്ക് പണിയായിരിക്കും. നമുക്ക് എല്ലാ ദിവസവും ഒരാളെ നിർത്തി ചെയ്യാന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. 1000 രൂപ വെച്ച് എന്തായാലും കൊടുക്കും. നമ്മൾ ചെയ്യുവാണെങ്കിൽ രാവിലെ തൊട്ട് ഇരുട്ടാവുന്ന വരെ, നമുക്ക് ശരിക്കും ടയർഡ് ആവുന്ന വരെ. ഇത് പരിഭവം അല്ലെങ്കിൽ എന്താണ് സങ്കടം പറഞ്ഞ ഒന്നുമല്ല, ജസ്റ്റ് ഞങ്ങളുടെ അനുഭവങ്ങളും കാര്യങ്ങളും എല്ലാം ഞങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പം അല്ല, ഇത് കേൾക്കുന്നത് പലരും ഇതുവരെ പണിയെടുക്കുന്നതുകൊണ്ടാണ്. അതെ, ഞങ്ങൾക്ക് ഇഷ്ടമാണ് കേസ് പണിയെടുക്കുന്നത്. നമ്മൾ പണിയെടുക്കണം. അതെ, ഈവൻ സമ്മതിക്കത്തില്ല കേസ്. ഞാൻ എന്നോട് പറഞ്ഞു, എന്നെ കൂടെ വിളിക്കുന്നു. അപ്പൊ ഇത് സമ്മതിക്കത്തില്ല, എടാ പണി കഷ്ടമാണ്, നീ വരണ്ട, നിനക്ക് പറ്റത്തില്ല എന്നാണ് അവൻ പറഞ്ഞത്. ഇല്ലടാ. അതെ അതെ. ഞാൻ എന്നോട് പറഞ്ഞു, എടാ നീ എന്നെ വിളിക്കും, ഞാൻ വരാം. ഇറങ്ങുന്നുണ്ടല്ല, ഇവൻ ആഴ്ചയിൽ 6 ദിവസം പണിയെടുത്ത് 7ാമത്തെ ദിവസം എന്റെ കൂടെ വരാന്ന് പറയുമ്പോഴത്തേക്കിനും അത് മോശം. കാരണം ഒരു ദിവസം മനുഷ്യന് വിശ്രമം കിട്ടണ്ടേ. മാത്രമല്ല ഞങ്ങളുടെ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം പണിയുണ്ട്. നിങ്ങൾ ജസ്റ്റ് എന്റെ പേജിൽ നിന്ന് കയറുന്നു, ഇത് പ്രൊമോഷൻ കേട്ടോ. ജസ്റ്റ് പേജ് കയറി 1-2 വീഡിയോസ് കണ്ടു നോക്കാം. അപ്പൊ നിങ്ങൾക്ക് അറിയാം പണി നല്ല പണി. ലാൻഡ്സ്കേപ്പ് അല്ലേ, നമ്മൾ വിചാരിക്കുമ്പോൾ നല്ല അത്യാവശ്യം വെയിറ്റ് എടുക്കേണ്ടി വരും, വെയിൽ കൊള്ളേണ്ടി വരും, മഴ കൊള്ളേണ്ടി വരും, ചിലപ്പം കൈയും കാലൊക്കെ മുറിയും. പക്ഷെ അത് എനിക്കെന്തോ ഇഷ്ടമാണ് ഗൈസ്. ഇവരുടെ വർക്ക് ആണെങ്കിലും അതാണെങ്കിലും ഫ്രണ്ട്ഷിപ്പ് ആയതുകൊണ്ട് പറയല്ല ഗൈസ്, ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നതാണ് ഇവരുടെ വർക്ക് ആണെങ്കിലും എല്ലാം. പൊക്കി പറയല്ലേ, ഒരിക്കലല്ലേ ഗൈസ്. പിന്നെ നമ്മളുടെ ഈ സ്റ്റുഡിയോ എനിക്ക് അവൻ തന്നതിന് എനിക്ക് അവനോട് ഭയങ്കര നന്ദി പറഞ്ഞാൽ ഇവനോട് മതിയാവത്തില്ല. എന്നാലും പൈസ അപ്പം ഗൈസ്, ഞങ്ങള് ഫസ്റ്റ് ചെയ്യാൻ പോണത്, എനിക്ക് ഇതിന്റെ പെയിന്റ് ഒന്ന് ചേഞ്ച് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അതായത് ബ്ലാക്ക് അടിച്ച് ഫുൾ ബ്ലാക്ക്, കുറച്ച് ഇരുട്ട് എന്നിട്ട് ലൈറ്റ് നമുക്ക് ഫേസ്. അതെ, നമ്മള് ഇവിടെ ഫുള്ള്, അതായത് ഈ സൈഡ് ഇനി ഒന്നും ചെയ്യാനില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇത്രേ വരത്തുള്ളൂ അല്ലെ, ഇത്രയല്ലേ വരത്തുള്ളൂ ഫ്രെയിമിൽ. ഈ ഒരു ഹൈറ്റേ വരത്തുള്ളൂ ഫ്രെയിമിൽ. അതായത് കണ്ടോ, ഇത്രയും ഹൈറ്റേ വരത്തുള്ളൂ. അപ്പം ഇവിടെ നമുക്കൊന്നും ചെയ്യാനില്ല. എനിക്ക് തോന്നുന്നു ഈ സൈഡും ഈ സൈഡ് വലിയ നമ്മള് ഇല്ല. ഈ 2 ഭിത്തി എന്തായാലും ക്യാമറയിൽ വരണം. ഈ സൈഡ് വരുള്ളൂ. അപ്പം അങ്ങനെ ബ്ലാക്ക് പെയിന്റ് അടിക്കണം എന്നുണ്ട് ഗൈസ്. അപ്പൊ അത് വലിയ കോസ്റ്റ് ഒന്നും വരത്തില്ലല്ലോ. 500 രൂപയ്ക്ക് നമുക്ക് പെയിന്റ് കിട്ടും. പിന്നെ ഞങ്ങക്ക് വേറൊരു പ്ലാൻ ഉള്ളത്, ഈ ചാനലുണ്ടോ ഗൈസ്, ഇത് അവൻ മറ്റേ LED മറ്റേ സ്ട്രിപ്പ് ലൈറ്റ് ഇല്ലേ, അത് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടിരിക്കുന്നതാണ്. പക്ഷെ ഇതിപ്പോ പോയി. എന്റെ കയ്യിൽ കുറച്ച് ഇരിപ്പുണ്ട് സാധനം. അപ്പൊ അത് ഞാനിങ്ങനെ കൊണ്ടുവരും. അതെല്ലാം ഇവിടെ സെറ്റ് ആക്കിയിട്ട് നമുക്ക് സ്ട്രിപ്പ് ലൈറ്റ് വെച്ചാൽ കൊള്ളാം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. നന്നായിരിക്കില്ലേ? അത് അടിപൊളിയായിരിക്കും. നമുക്ക് ചെയ്തു. അതെ. അപ്പം അതെ, അല്ല, നമുക്ക് ഈ ട്യൂബിനെക്കാട്ടിലും നല്ല ഞാൻ നോക്കിയിട്ട് സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്താൽ ഒന്നും കൂടെ പവർ വരുമോ എന്നുള്ളൊരു എനിക്കൊരു തിങ്കിങ് സംഭവം. അല്ല, ഈ പറഞ്ഞ നമുക്ക് ഫേസിൽ കിട്ടുന്ന മെയിൻ സോഴ്സ് ആയിട്ട് കിട്ടത്തില്ല. ഓക്കെ, അത് നമുക്ക് അവിടെ ലൈറ്റ് ഇടണം ഗൈസ്. പക്ഷെ ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ അടിപൊളിയായിരിക്കും. അപ്പം അതൊന്നും ചെയ്യണമെന്നുണ്ട്. നമ്മൾ ഈ മാസം എല്ലാം പക്കയായിരിക്കും. ഈ മാസം പക്ക ചെയ്തിട്ട് അടുത്ത മാസം തൊട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് ആഗ്രഹം. നടക്കണേ, ദൈവം സഹായിച്ചത് നടക്കും. അങ്ങനെ ആഗ്രഹമാണ് ഗൈസ്, കുറെ വർഷത്തെ ആഗ്രഹമാണ്. ഞാൻ എന്നോട് പണ്ട് തൊട്ടേ പറയാറുള്ളതാണ് ഒരു സാധനം തുടങ്ങണം എന്ന്. ഇതിങ്ങനെ ഇപ്പൊ കുറച്ച് നാളായിട്ട് അങ്ങനെ ഇതിന്റെ പുറകിലായിരുന്നു. ഈ പേര് കണ്ടുപിടിക്കാനാണെങ്കിലും പേര് കൊള്ളാം അല്ലെ. ഇപ്പൊ നീ എടുത്തേക്കുന്ന പേര് കൊള്ളാം. അതെ, അൺസ്ക്രിപ്റ്റഡ് ഡയലോഗ്സ് ബൈ അജിത്ത്.
ഇതാണ് സംഭവം. അങ്ങനെ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു എനിക്ക് സംഭവം അറിയത്തില്ലടാ, എനിക്ക് ഒരു സംഭവം അറിയത്തില്ല. അതായത് ഞാൻ എങ്ങനെ ഇപ്പൊ നമ്മൾ മൂന്നുപേരും ഇരിക്കുക, ഫസ്റ്റ് വീഡിയോ നമ്മൾ ചെയ്യണമെന്ന് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹരികൃഷ്ണൻ എന്നുള്ളൊരു ചേട്ടനുണ്ട്, നാസരം വായിക്കുന്ന ചേട്ടൻ, എന്റെ വീടിന്റെ അടുത്ത് തന്നെ. അപ്പൊ ആ ചേട്ടനെ വിളിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം പുള്ളിനെ കൊണ്ടുവരണമെന്നുണ്ട്. അപ്പം പുള്ളിയോട് എങ്ങനെ ചോദ്യം ചോദിക്കണമെന്നോ, അതായത് എന്ത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എടുക്കണമെന്നോ ഒരു പിടിയില്ല. അതിനു വേണ്ടിയിട്ട് കുറെ പ്രാക്ടീസിംഗ് ഉണ്ട്. അപ്പം അൺസ്ക്രിപ്റ്റഡ് അല്ലേ? അതെ, ഒന്നും പ്രാക്ടീസ് അത്രേ ഉള്ളൂ. എടാ എന്റെ ഒരു ആഗ്രഹം എന്നറിയാവോ, നമ്മൾ ആരെയും ഹേർട്ട് ചെയ്യാത്ത രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല. അതെ, നമ്മള് കലാഹൃദയമുള്ളവരെ നമ്മുടെ കൂടെ സംസാരിച്ച് ഞാൻ കൂടുതലും ഈ ആർട്സ് സംബന്ധമായിട്ടുള്ള ആൾക്കാരെ വരണം എന്നുള്ളൊരു ആഗ്രഹമാണ് എനിക്കുള്ളത് കൂടുതലും. പിന്നെ അതിനകത്ത് പല പല മേഖലയിൽ നിന്ന് ആൾക്കാർ വരും. അതായത് കൃഷി വകുപ്പിൽ നിന്ന് ആൾക്കാരുണ്ട്, പിന്നെ പൈലറ്റ്, അങ്ങനെയൊക്കെ സംഭവം അവരുടെ അനുഭവം ഭയങ്കര അടിപൊളിയായിരിക്കും. പിന്നെ ഈ ഇതിനകത്ത് തന്നെ, അതായത് എന്താണ് പറയാ, ഡ്രൈവിംഗ് സ്കിൽസിൽ തന്നെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആൾക്കാരുടെ ഒക്കെ ഉണ്ടല്ലോ. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഹാരികറിന്റെ പരസ്യം കണ്ടു. എന്റെ പൊന്നോ, പുള്ളി വേറെ ലെവല് സാധനം കേട്ടോ. പുള്ളി മലയാളം ഡോക്ടറാണ്, പീഡിയാട്രിഷ്യനാണ്. പുള്ളിയുടെ പാഷനാണ് ഡ്രൈവിംഗ്. പുള്ളി ഫേമസ് ആയത് ഇതിലാണ്, അതായത് ഡ്രൈവിംഗ് എന്തിനാണ്, സ്പോർട്സ് റാലിയിലോ ഓഫ് റോഡിങ് റാലിയിലൊക്കെ പുള്ളി ഭയങ്കര ഫേമസ് ആണ്. ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഇത് പറഞ്ഞു 17 മിനിറ്റ് ആയി ഗൈസ്. അപ്പൊ ഗൈസ് ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളെ ചെറിയൊരു വീഡിയോ. ഞങ്ങളുടെ ചെറിയ പരിഭവങ്ങളും, ചെറിയ പരിഭവങ്ങളും, ചെറിയ ദുഃഖങ്ങളും, ആഗ്രഹങ്ങളും, നമ്മൾ ആ ലെവലിൽ എത്തിക്കണം എന്നുള്ള ആഗ്രഹങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇനി മുന്നോട്ട് പോവാണ്. അപ്പോൾ എല്ലാവരുടെയും അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും സജഷൻസും എല്ലാം നമ്മളെ കമന്റ് രീതിയിലെല്ലാം പറയുക. അപ്പൊ എല്ലാരും ഹെൽപ്പ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക, സന്തോഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നിപ്പോ ചിലപ്പോ ചെറിയൊരു ചാനലായിരിക്കും, പക്ഷെ നാളെ പിന്നെ നിങ്ങൾ ഓർക്കൂ, നേരത്തെ തന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ മതിയായിരുന്നു വിചാരിക്കും. അതുകൊണ്ട് ആ ഒരു സങ്കടം നിങ്ങൾക്ക് അറിയാലോ. ഞാൻ എന്നെ ആദ്യം തൊട്ട് നിങ്ങൾക്ക് അറിയാലോ. എന്റെ വീഡിയോ ആദ്യമേ കാണുന്നവർക്ക് തന്നെ നിങ്ങൾക്ക് അറിയാലോ. കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാൻ എങ്ങനെയായിരുന്നു, ഞാനിപ്പോ എങ്ങനെ ഇരിക്കണമെന്നും ഇപ്പൊ ഞാൻ എങ്ങനെ വീഡിയോ ചെയ്യുന്നതെന്നും എല്ലാം നിങ്ങൾക്ക് അറിയാലോ. പണ്ടത്തെ പോലെയാണോ ഞാൻ വീഡിയോ ചെയ്യുന്നത്? അപ്പൊ പണ്ടൊക്കെ ആണെങ്കിൽ വിക്കി 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 എത്ര ടേക്ക് പോകുന്നല്ലോ അവനറിയാം. അപ്പൊ അങ്ങനെ ഓരോ വീഡിയോസ് ഒക്കെ ചെയ്ത് ഇപ്പൊ ഇത്രയും എത്തി. അതിന്റെ ഒരു ഭൂരിഭാഗവും അതിൽ പങ്ക് ഇവൻ തന്നെ ഉണ്ട്. ഇവനും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്റെ കസിൻസ് ആണെങ്കിലും എന്റെ ഒരു ചേച്ചിയാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഗൈസ്, ഞാൻ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ, അതായത് എന്റെ ചാനൽ ഡിലീറ്റ് ചെയ്യാൻ പോയതാ. അപ്പം ഇവനും എന്റെ കസിൻ ചേച്ചി അവരൊക്കെ എന്നോട് പറഞ്ഞു, എടാ നീ ഡിലീറ്റ് ചെയ്യാറ്, നീ ചാനൽ അവിടെ തന്നെ ഇട്, എന്നിട്ട് നിനക്ക് എപ്പം നീ ഓക്കെ ആവുന്നോ, അതായത് നീ വീഡിയോ എടുക്കാൻ വില്ലിങ് ആവുന്നോ അപ്പം നീ വീഡിയോ ഇട്. അങ്ങനെ ഗൈസ് ഞാൻ ആ ചാനൽ അവിടെ ഇട്ടു. ഏകദേശം 1.5 വർഷത്തോളം ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല. കൊറോണ സമയത്തൊക്കെ എനിക്ക് വീഡിയോ ഇടായിരുന്നു, ഞാൻ വീഡിയോ ഇട്ടില്ല. അതായത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെ നിന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ അവിടെ ഇട്ടു. കുറെ വർഷങ്ങൾ, അതായത് 1.5-2 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത്. അതെന്ന് എനിക്ക് തോന്നുന്നു നിന്റെ ജീപ്പിന്റെ വീഡിയോ അല്ല, വൺ ഡേ വിത്ത് ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് നമ്മള് ചെയ്ത വീഡിയോ. അന്ന് നമ്മൾ ഓൾട്ടോടെ ബാറ്ററി ഇറങ്ങിപ്പോ പക്ഷെ നമ്മൾ അതിന്റെ വീഡിയോ ഇട്ടില്ല. അതായത് നമ്മള് ഒരു വണ്ടിനെ നമ്മൾ ഒരിക്കലും താഴ്ത്തി പറയരുത് എന്നുള്ളൊരു വണ്ടി കണ്ടു കേട്ടോ. കഴിഞ്ഞ ആഴ്ച ഇവനൊരു വണ്ടി ഉണ്ടായിരുന്നു, ഓൾട്ടോ. ആ ഓൾട്ടോ പക്ഷെ ആ വണ്ടി നമ്മളിപ്പോ സർവത്ത് കുടിക്കാൻ പോയില്ല, ആ കടയുടെ ഫ്രണ്ട് വെച്ച് കണ്ടു. സാരല്ല പോയി. പക്ഷെ കുഴപ്പമില്ല കേട്ടോ, കാരണം ആ വണ്ടി കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ജീപ്പ് എടുത്തു കഴിഞ്ഞിട്ടാണ് നമ്മൾ കുറച്ചൊക്കെ സെറ്റ് ആയത്. അതുകൊണ്ട് പിന്നെ നമുക്ക് വലിയ സങ്കടമൊന്നുമില്ല. അതെ. അപ്പൊ ഗൈസ് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ എന്നും പറഞ്ഞ പോലെ എന്നെ വിളി വെച്ചേക്കാം കേട്ടോ. അപ്പം ബൈ, ഇത്രയൊക്കെ ഉള്ളൂ. ബൈ.